മന്ത്രിമാര് ഇപ്പൊ എന്തൊക്കെയാണ് പറയുക എന്നുള്ളത് നമുക്കറിയില്ല. അവർക്ക് രാഷ്ട്രീയ ഉദ്ദേശം മാത്രമല്ലേ ഉള്ളൂ. ഇതൊക്കെ ഒരു വിഷയമാക്കി കൊണ്ടുവന്നാൽ നമ്മളുടെ സ്കൂളുകളിൽ അധ്യാപകർ എങ്ങനെ പഠിപ്പിക്കും? രക്ഷിതാക്കൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് പറഞ്ഞാൽ അതിനെ കുറിച്ചിട്ട് ആലോചിക്കാം. എനിക്കതിൽ ആ കാര്യത്തിൽ ഒരു വാശിയുമില്ല. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നമ്മളുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ശക്തിയാണ് അവിടെയും എനിക്ക് ബോധ്യപ്പെടുന്നത്. എനിക്കുറപ്പാണ് മറ്റേതൊരു അൺഎയ്ഡഡ് വിദ്യാലയത്തിൽ പോയി ചോദിച്ചാലും ഇത്രയും കുട്ടികളിൽ ഏതാണ്ട് എല്ലാ കുട്ടികളും തന്നെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പ്രാപ്തമായതുപോലെ പ്രാപ്തമാകുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവത്തിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. ഞാൻ ഏതാണ്ട് ഒരു മണിക്കൂർ പ്രസംഗിച്ചു. ആ ഒരു മണിക്കൂറിലെ പ്രസംഗം നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കത് ശരിക്കും ബോധ്യമാകും എന്താണ് അവിടെ നടന്നത്, എങ്ങനെയായിരുന്നു ആ ഫംഗ്ഷൻ മുന്നോട്ട് പോയിരുന്നത്. ആയിക്കോട്ടെ, റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിന് താങ്കളുടെ നടപടി കുറ്റകരവും അനുചിതവുമായ നടപടി എന്നാണ് ബിന്ദു കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. അല്ല, റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. അവര് കേസെടുത്തോട്ടെ. അതിനെന്താ? അതിന് ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്. അവിടെ ഞാൻ ഏതെങ്കിലും ഒരു കുട്ടിയെ അപമാനിച്ചു എന്നുള്ളത് ഏതെങ്കിലും കുട്ടികൾ പരാതിപ്പെട്ടാൽ അവരോട് ഞാൻ നിർവ്യാജം മാപ്പും ചോദിക്കും, ക്ഷമാപണവും നടത്തും. അങ്ങനെ പറയാത്തിടത്തോളം കാലം ക്ഷമയുടെയോ അല്ലെങ്കിൽ മാപ്പ് ചോദിക്കലിന്റെയോ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. മന്ത്രിമാരുൾപ്പെടെയുള്ളവരുടെ രാഷ്ട്രീയ